Watch India's largest kids library only on Jio Hotstar. Download the app now. ശേഷം ചന്ദ്രനിൽ താമസിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. അവിടെ ഫ്ലാറ്റ് നിർമ്മിച്ച് എല്ലാവർക്കും വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾ ആർക്ക് വേണമെങ്കിലും അവിടെ വീട് കെട്ടി സ്വസ്ഥമായി ജീവിക്കാം. അതെ വലിയേട്ടാ, ഇത് പോസിബിൾ ആണോ? ചന്ദ്രനിൽ പോയി നമുക്കൊക്കെ താമസിക്കാൻ പറ്റുമോ? ചേട്ടാ മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, സയൻസിനെ സംബന്ധിച്ചോളം ഇതൊക്കെ സാധ്യമാണ്. Excuse me, ചായക്കട ചേട്ടാ. Please give me samosa. Your samosa very good. Yes sir, yes sir. Thank you sir. വലിയേട്ടാ, നിങ്ങൾ അയാളല്ലേ ടിവിയില് ചന്ദ്രനില് ഫ്ലാറ്റ് വിൽക്കുന്നു പറഞ്ഞ ആള് അല്ലേ ചേട്ടാ? Yes, sir. I will, sir. നിങ്ങൾ ടിവിയിൽ എന്നെയാണ് കണ്ടത്. കണ്ടിരുന്നു. പക്ഷേ ചന്ദ്രനിൽ ഓക്സിജനും വെള്ളമൊന്നും ഇല്ലല്ലോ. പിന്നെ അവിടെ ജനങ്ങള് എങ്ങനെ താമസിക്കുന്നത്? വെരി ഇന്റലിജന്റ് പോസ്റ്റിംഗ്. പക്ഷെ ഞങ്ങളെല്ലാവരും ഏർപ്പാട് ചെയ്തു. പിന്നെ അത് ഭൂമിനെക്കാട്ടിലും നല്ല സ്ഥലമായി മാറി. അത് മാത്രമല്ലാതെ അവിടെ 90 പ്ലോട്ട്സിനധികം ഞങ്ങൾ വിറ്റിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ ഓരോ ഫ്ലാറ്റ്സിനും 50% ഡിസ്കൗണ്ട് തരുന്നുണ്ട്. ഇനി വരും കാലങ്ങളിൽ ഈ ഫ്ലാറ്റ്സിന്റെ വില പല മടങ്ങ് അധികമാകും. ഒരു പ്ലോട്ടിന് എത്രയുണ്ടാവുന്നുള്ള കാര്യം ആദ്യം പറയൂ നിങ്ങള്. ഓരോ ആളും 50,000 തീർച്ചയായിട്ടും തരണം. എന്നെ ഫോളോ ചെയ്യൂ. റെഡിയാണോ? റെഡി. ചേട്ടാ മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, അങ്ങോട്ട് നോക്ക്. നമ്മൾ നക്ഷത്രങ്ങളുള്ള സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. അങ്ങോട്ട് നോക്കട്ടെ വലിയേട്ടാ, അവിടെ ഒരു സാറ്റലൈറ്റ് പോകുന്ന കണ്ടില്ലേ? പൊളിച്ചെടുത്തല്ലോ. അങ്ങോട്ട് നോക്കിയേ, അവിടെ ദൂരെ കാണുന്ന ജൂപ്പിറ്റർ ഉണ്ടല്ലോ. വരൂ കമോൺ സ്ഥലം എത്തി. ഇത് നമ്മുടെയാണ്. ഇവിടെ മോട്ടു പത്ലുവിന്റെ ബോർഡ് കണ്ടില്ലേ? പിന്നെ ഇത് എന്റെ സ്ഥലമാണ്. ഞാൻ ഇവിടെ ഒരു വലിയ ലാബ് കെട്ടാൻ പോവുകയാണ്. ഓക്കേ ജെന്റിൽമാൻ, ഞാനിപ്പോ പുറപ്പെടുകയാണ്. എന്തെന്ന് വെച്ചാൽ കുറെ പേർക്ക് സ്ഥലങ്ങൾ കാണിക്കേണ്ടതുണ്ട്. കുറെ പ്ലോട്ട്സ് ബാക്കി ഇരിപ്പുണ്ട്. ഞാൻ അവർക്കൊക്കെ സ്ഥലം കാണിക്കണം. നിങ്ങൾ നിങ്ങളുടെ പ്ലോട്ട്സ് നോക്കിക്കോളൂ. അവിടെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. എന്താ യമ്മാരൊക്കെ ആരാ എന്റെ വയലിൽ വീട് വെക്കാനായിട്ട്? നിങ്ങളുടെ തലയിൽ എന്താ ആൾതാമസം ഇല്ലേ? എന്റെ വയലിൽ എന്തിനാ നിങ്ങൾ വീട് കെട്ടുന്നത്? അത് പിന്നെ വലിയേട്ടാ, ഞങ്ങൾ ഈ സ്ഥലം കാശ് കൊടുത്ത് മേടിച്ചു. എന്തൊക്കെയാണോ ഈ പറയുന്നേ? എന്റെ സ്ഥലം വിൽക്കാതെ എങ്ങനെയാ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടുന്നേ? ഞങ്ങൾ ഈ ഭൂമി മിസ്റ്റർ വിൽസന്റെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചത്. ചന്ദ്രനിൽ അയാൾ ഒരുപാട് സ്ഥലങ്ങളെ ഇങ്ങനെ വിറ്റോണ്ടിരിക്കുന്നത്. ഇവിടെ ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങൾ ഒരു വീട് കെട്ടുന്നു, അത്രേ ഉള്ളൂ. ഇത് അവരുടെ സ്ഥലമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വിറ്റേക്കുവാണോ? ഇത് എന്റെ സ്ഥലമാണ്. മര്യാദക്ക് ഈ സ്ഥലം വിട്ട് എല്ലാവരും വെളിയിൽ വെക്കാം. ഈ ഫ്ലോട്ട് ഞങ്ങളുടേതാണ്. നിന്റെ പേരുള്ള ബോർഡ് എവിടെയാണ്? കാണിക്കേ നോക്ക്. ഞങ്ങളുടെ പേരിലുള്ള ബോർഡാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോവില്ല. ഓഹോ, ഒരു കുഴപ്പമില്ല. നിങ്ങളെ കാണാൻ വേണ്ടിട്ട് ഇവിടെ 2 പേര് എത്തിയിട്ടുണ്ട്. ഹീറ, ഇവിടെ വാ.
രക്ഷപ്പെട്ടോ രക്ഷിക്കണേ. പൊളിച്ചെടുത്തല്ലോ മമ്മി. ഞങ്ങളിങ്ങനെ ഇട്ട് തട്ടരുത്. ആ മതി മതി നിർത്തിക്കോ. ഇപ്പോഴെങ്കിലും മനസ്സിലായോ ഈ സ്ഥലം ആരുടേതാണെന്ന്? പിന്നെ ഇത് ഫ്ലാറ്റ് അല്ല, കമാൽപൂരാണ്. എന്റെ നിലവാണ് ഇവിടെ. ആരോ നിങ്ങളെ നന്നായിട്ട് പറ്റിച്ചിട്ട് ഈ സ്ഥലം വിറ്റിട്ട് പോയിക്കാണ്. ഞങ്ങള് പൊട്ടലാക്കി ആയിരക്കണക്കിന് രൂപയല്ലേ അടിച്ചു മാറ്റിയതവൻ. വേഗം വാ, നമുക്ക് പോയി നോക്കാം ഈ മിസ്റ്റർ വിൽസൺ എന്ന് പറയുന്നത് ആരാന്ന്. അത് ജോണല്ലേ? എനിക്ക് ആദ്യം തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു, ഇത് ജോൺ ആയിരിക്കുമോ എന്ന്. 10 രൂപയുമായിട്ടില്ല എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. ഹലോ ജെന്റിൽമാൻ, ഞങ്ങൾ ഇവിടുത്തെ സ്പേസ് സെന്ററിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾക്ക് അറിഞ്ഞ കാര്യം വെച്ച് നോക്കുമ്പോൾ ഫുർഫുറി നഗരത്തെ ആൾക്കാരൊക്കെ ചന്ദ്രനിലേക്കാണ് പോകുന്നത്. പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഫുർഫുറി നഗരിൽ ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ ഞങ്ങൾ മാർസിലേക്ക് അയക്കാമെന്ന പ്ലാനിലാണ്. അവിടെ സ്വർണം, വെള്ളി, പിന്നെ വൈരങ്ങളൊക്കെ ഉണ്ട്. അതെ. എന്ത് വൈരങ്ങളോ? അപ്പൊ ഞാൻ അവിടെ പോയി ഒരു വലിയ പണക്കാരനായി മാറും. പിന്നെ ജോൺ ആകും ഡോൺ. ഫുർഫുറി നഗറിലുള്ള എല്ലാവരും ചന്ദ്രനിലേക്ക് പോയി കഴിഞ്ഞു. നിങ്ങൾ വേണമെങ്കിൽ എന്നെ മാർസിലേക്ക് അയക്കൂ. നോ 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 നോ. നീ ഒരു കൊച്ചു കുട്ടിയാണ്, അതുകൊണ്ട് അത് ശരിയാവുന്ന തോന്നുന്നില്ല. മാത്രമല്ല നിന്റെ കയ്യിൽ കാശുണ്ടാവില്ല. ഞങ്ങൾക്കത് വളരെ കോസ്റ്റ്ലി ട്രിപ്പാണ് കേട്ടോ. ആ പൈസയുണ്ട് എന്റെ അടുത്ത് തോന്നെ പൈസയുണ്ട്. ആക്ച്വലി ഇതൊന്നും മതിയാവില്ലേട്ടാ. താൻ പോകേണ്ടത് നിലാവിലേക്കല്ല, മാസിലേക്കാണ്. കുറച്ചുകൂടി കൊണ്ടുവരൂ. കൊള്ളാം. നീ കാണാൻ കൊച്ചു കുഞ്ഞാണെങ്കിലും നീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വലിയ ആൾക്കാരെ പോലെ തന്നെയാണ്. ഇനി നമുക്ക് സൂട്ടിന്റെ ആവശ്യമൊന്നുമില്ല. ഗോൾഡ് മൈൻ, സിൽവർ മൈൻ, പിന്നെ വൈര മൈൻ എല്ലാം എനിക്കാണ് സ്വന്തം. ഞാൻ കോടീശ്വരനാകാൻ പോവുകയാണ്. ബില്യനിയർ. ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ പണക്കാരൻ ഞാനായിരിക്കും. അതെ, ഏറ്റവും വലിയ പണക്കാരൻ. ഇങ്ങോട്ട് എന്തിനാ വരുന്നത്? ഇവിടെയുള്ള വൈരം, സ്വർണം എല്ലാം എനിക്കാണ് സ്വന്തം. ഞാൻ ഇപ്പൊ തന്നെ അതൊക്കെ തോണ്ടിയെടുക്കാൻ പോവാ. അപ്പൊ ഇവനിവിടെ കുഴിക്കാൻ വന്നതാണല്ലേ? ശരി, എന്തായാലും ഞാൻ ഈ വയല് കുഴിച്ചേ പറ്റൂ. എന്താ പറഞ്ഞേ? ഇത് നിങ്ങളുടെ വയലാണെന്നോ? ശരി, ഇത് നിങ്ങളുടേതായിട്ട് തന്നെ ഇരിക്കട്ടെ. ഈ വയല് 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾ കുഴിച്ചില്ലെങ്കിൽ ഈ വയല് നിങ്ങൾക്ക് കിട്ടില്ല. അത് എന്റേതായിരിക്കും. നന്നായിട്ടുണ്ട്. ഇനി വിത്ത് കൂടെ വിത്തോ? അതെന്തിനാ? വിതച്ചാലല്ലേ കൃഷി ചെയ്യാൻ പറ്റൂ. അത് മാത്രമല്ല, ഇത് എന്റെ വയലാണ്. നിന്റെ കൃഷിയോ? ഇതെങ്ങനെ നിന്റെ കൃഷിയാകും? ഈ സ്ഥലം മാർസ്, ഇത് എനിക്ക് സ്വന്തമായതാണ്. അത് കൊള്ളാലോ. കുറച്ചു പേർ ഇത് മാസാണെന്ന് പറഞ്ഞു വരുന്നു, കുറച്ചു പേർ ഇത് മൂണാണെന്ന് പറഞ്ഞു വരുന്നു. ഇത് കമാൽപൂരാണ്. ഇത് ചന്ദ്രൻ തന്നെയാണോ? നീ കള്ളം പറയാണ്. ഞാൻ കള്ളം പറയാണെന്നോ? സത്യം പറയാൻ വേണ്ടിട്ട് 2 പേര് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഹീരാ പന്ന, രക്ഷിക്കണേ.
പറ്റിച്ചല്ലോ. എന്തേ നിനക്ക് മാത്രം ഞങ്ങളെ പൊട്ടനാക്കാൻ പറ്റുമെന്ന് കരുതിയോ? നിന്നോട് കാര്യങ്ങൾ എടുത്തു പറയാൻ രണ്ടുപേരും കൂടി വന്നിട്ടുണ്ട്. എന്നെ രക്ഷിക്ക, എന്നെ വിട്ടേക്ക് പ്ലീസ്. Watch India's largest kids library only on Jio Hotstar. Download the app now.